ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ വ്ളോഗ്. സോ ഇത് നമ്മൾ ഈദ് ഹോളിഡേയ്സിൻ്റെ ടൈമിൽ എടുത്തൊരു വ്ളോഗാണ്. അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി അപ്ലോഡഡ് ഇൻ ഫ്യൂ ഡേയ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യാസ് മോളിൽ പോവാണ്. ആക്ച്വലി നമ്മൾ വാർണർ ബ്രോസിലാണ് പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ യാസ് മോളിൽ കയറിയിട്ട് അതിനുശേഷമാണ് അവിടെ പോകുന്നത്. സോ അവിടെ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ കാണിക്കുന്നത്. സോ നമുക്ക് ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു. നമ്മൾ റൂമിൽ നിന്ന് ഷട്ടിൽ ബസ്സിൽ കയറി ദെൻ നമ്മൾ മോളിലെത്തി. സോ മോളിൻ്റെ അവിടെ മേളിൽ കാണുന്ന എൻട്രൻസിൽ ദാറ്റ് ഇസ് സ്ട്രേറ്റ് ടു ദ ഫെറാറി വേൾഡ്. സോ നമ്മൾ യാസ് മോളും ഫെറാറി വേൾഡും ഇസ് കണക്റ്റഡ്. ആൻഡ് ദെൻ വേറൊരു സംഭവം കൂടെ ഉണ്ട്, വിച്ച് ഇസ് ദ ക്ലൈംബ്. സോ അതും ഇവിടെ തന്നെയാണ്. സോ ഓൾ ത്രീ ആർ വെരി ക്ലോസ് ബൈ. സോ വി ഹാവ് ആക്സസ്. അതിനുശേഷം നമ്മൾ അവിടുത്തെ കുറച്ചധികം സ്റ്റോഴ്സിൽ ഇങ്ങനെ നമ്മൾ വെറുതെ കയറി. ബിക്കോസ് കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ വെറുതെ നോക്കാൻ വേണ്ടി കയറിയതാണ്. ലൈക്ക് എല്ലാം നമ്മൾ എന്തായാലും വാങ്ങിയില്ല. ബട്ട് ദെൻ കണ്ടു നടക്കാൻ നല്ല രസമാണ്. ബിക്കോസ് ഒരുപാട് ടോയ്സ് ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട്, അങ്ങനെ പല പല കീ ചെയിൻസ്, ബ്രാസ്ലെറ്റ്സ്, ഇയർ റിങ്സ്, നെക്ലസസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ ഇതൊരു ഷോപ്പാണ്. ഇവിടെ സോവനേഴ്സാണ് മോസ്റ്റ്ലി വിൽക്കുന്നത്. പിന്നെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ റിയലി ക്യൂട്ടായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഒരു ചെയിൻ, ബ്രാസ്ലെറ്റ് അങ്ങനെ എല്ലാം നോക്കി. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കമ്മൽ വാങ്ങാമെന്ന്. പക്ഷെ അങ്ങനെ ഞാൻ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കമ്മലിൻ്റെ. സോ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, കമ്മൽ വാങ്ങണോ അതോ ബ്രാസ്ലെറ്റ് വാങ്ങണോ. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഓപ്ഷൻസ് കൂടുതൽ കിട്ടുന്നവരും കൺഫ്യൂഷൻ കൂടും. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം കമ്മൽ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വന്നപ്പോൾ ആ കമ്മലിലൊരു ഡിഫക്റ്റ് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ കമ്മൽ വേണ്ടാന്ന് വെച്ചു. പിന്നെ വെച്ചൊക്കെ നോക്കി. അപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പയ്യെ അതവിടെ വെച്ചിട്ട് ഞാൻ വേറൊരു സെക്ഷനിലേക്ക് പോയപ്പം അവിടെ എനിക്ക് കുറേ അധികം ബ്രാസ്ലെറ്റ്സ് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ബ്രാസ്ലെറ്റ് വാങ്ങാം. എന്തായാലും കമ്മൽ ഞാൻ അത്ര വലിയ ഫാൻ ഓഫ് കമ്മലൊന്നുമല്ല. പക്ഷേ എനിക്ക് ബ്രാസ്ലെറ്റ്സും ഹാൻഡ് റിങ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബ്രാസ്ലെറ്റ്സിൻ്റെ കുറേ അടിപൊളി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. സോ ആദ്യം ഞാൻ കുറേ അധികം ട്രൈ ചെയ്ത് നോക്കി. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫൈനലി ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ I was happy to take that with me because അത് ഒരു ചെറിയ പേൾ ആൻഡ് ദെൻ ഒരു ഷെല്ലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയുകൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇറ്റ് കോസ്റ്റഡ് മീ അറൗണ്ട് 45 dirhams ആണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഇങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള ബ്രാസ്ലെറ്റ്സും ഇയർ റിങ്സും ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ വരികയാണെങ്കിൽ ഈ യാസ് മോളിൽ ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ്, അതായത് എൻട്രൻസിൽ തന്നെയാണിത്. അപ്പോൾ യു ക്യാൻ ഗെറ്റ് ഇറ്റ് റിയലി ഗുഡ് ഐറ്റംസ്. ഞാനത് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബ്രാസ്ലെറ്റൊക്കെ വാങ്ങി പുറത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫൗണ്ടെയിൻ പോലെ ഉണ്ട്. അപ്പോൾ അതും കൂടി കാണാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ മോളിലുള്ള എല്ലാം ഞാൻ ഫിൽം ചെയ്തിട്ടില്ല, അടുത്ത വരും വീഡിയോസിലാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ വാങ്ങിയ എൻ്റെ ബ്രാസ്ലെറ്റ് കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ട് ആൻഡ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രാസ്ലെറ്റ് ആയിരുന്നു. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇതിന് ഒരു 2 years വാറൻറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ലൈക്ക് സിൽവർ പ്ലേറ്റഡ് ആണിത്. ഒറിജിനൽ സിൽവർ അല്ല, ബട്ട് സിൽവർ പ്ലേറ്റഡ് ആണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എനിക്കൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്തു ഇത് കണ്ടപ്പോൾ. എല്ലാ തവണയും നോർമൽ റൂട്ടീൻ ബ്രാസ്ലെറ്റ്സിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു ബ്രാസ്ലെറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. 45 dirhams ആണ് ആയത്. യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് പൊതുവേ ബ്രാസ്ലെറ്റ്സും ഹാൻഡ് റിങ്സും ആണ് ക്രേസ് കൂടുതൽ കമ്മലിനേക്കാളും ഒക്കെ. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ബ്രാസ്ലെറ്റൊക്കെ വാങ്ങി. പിന്നെ അവിടെ ബാക്കിൽ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫൗണ്ടെയിൻ അവിടെ കുറച്ച് നേരം നിന്ന് നല്ല വെയിലായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വാർണർ ബ്രോസ് സ്റ്റുഡിയോയിലേക്ക് പോയത്. ഇവിടുന്ന് അങ്ങോട്ട് പോകാനും ഷട്ടിൽ ബസ്സസ് ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ കവർ ചെയ്തിട്ട് പറയാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മോളിലൊക്കെ ഒന്ന് കറങ്ങി. അതിനുശേഷം നമ്മൾ നേരെ വാർണർ ബ്രോസിലേക്കാണ് പോയത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വാർണർ ബ്രോസ് സ്റ്റുഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ see you soon in other video.